നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം. അഹമ്മദാബാദ് അപകടത്തിൽ 242 യാത്രക്കാരും മരിച്ചു. വിമാനാപകടത്തിൽ വിറങ്ങലിച്ച് രാജ്യം. 18 കുട്ടികളും 2 കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ എല്ലാവരെയും തീഗോളം വിഴുങ്ങി. ആകാശത്ത് കത്തിയമർന്ന വിമാനം അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ദുരന്ത കാരണം എന്താണ്? ആരുടെ ഭാഗത്താണ് പിഴവ്? എല്ലാ പരിശോധനകളും നടത്തി വേണം വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കാൻ. അഹമ്മദാബാദിൽ ദുരന്തമുണ്ടാക്കിയ വിമാനത്തിന് അത്തരം പരിശോധനകൾ നടന്നോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. വിമാനം പറന്നുയർന്നു, പക്ഷേ അതിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റ് നൽകിയ അവസാന സന്ദേശവും ഈ സൂചനയുടേതായിരുന്നു. നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതായിരുന്നു പൈലറ്റ് നൽകിയ അവസാന സന്ദേശം. അതായത് പറന്നുയരാനുള്ള കരുത്ത് വിമാനത്തിന് ഇല്ല എന്ന് പൈലറ്റ് പറയുകയായിരുന്നു. പിന്നാലെ തന്നെ വിമാനത്തിന് ATCയുമായുള്ള ബന്ധം നഷ്ടമായി. പിന്നെ വിമാനത്താവളത്തിനടുത്തുള്ള മെഡിക്കൽ കോളേജിൽ ആ വിമാനം തകർന്നു വീണു. വേണ്ട സുരക്ഷാ പരിശോധനകൾ എല്ലാം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഈ വിമാനത്തിൽ നടത്തിയോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ടേക്ക് ഓഫിന് മുൻപ് വേണ്ട പരിശോധനകളെല്ലാം നടന്നോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ മെഡിക്കൽ കോളേജിന് മുകളിലേക്ക് ഇടിച്ചു കയറിയത്. വിമാനത്താവളത്തിന് സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. കെട്ടിടങ്ങളോട് ചേർന്നാണ് വിമാനം സഞ്ചരിക്കുന്നത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം താഴേക്ക് പതിക്കുന്നതും വിമാനം വലിയ തീഗോളമായി മാറുന്നതും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോകളിലുണ്ട്. അതായത് പറന്നുയരാൻ കഴിയാതെ വിമാനം തകർന്ന് തരിപ്പണമായി. ഈ പ്രതിസന്ധിയുടെ സന്ദേശം തന്നെയാണ് മെയ്ഡേ കോളിൽ പൈലറ്റ് പങ്കുവച്ചതും. മെയ്ഡേ മെയ്ഡേ മെയ്ഡേ. ഒരു വിമാന പൈലറ്റോ കപ്പലിന്റെ ക്യാപ്റ്റനോ ഒരിക്കലും വിളിക്കാൻ ആഗ്രഹിക്കാത്ത കോളാണ് ഇത്. വലിയ കുഴപ്പം മുന്നിലുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. മെയ്ഡേ ദുരന്ത സന്ദേശം തുടർച്ചയായി 3 തവണ ഉച്ചരിക്കണമെന്ന് നടപടിക്രമം ആവശ്യപ്പെടുന്നു. ഒരു വലിയ ദുരന്ത സന്ദേശം ആരംഭിക്കുന്നത് മെയ്ഡേ 3 തവണ ആവർത്തിക്കുന്നതിലൂടെയാണ്. തുടർന്ന് ഉൾപ്പെട്ടിരിക്കുന്ന തരം, ഐഡന്റിറ്റി, അടിയന്തരാവസ്ഥയുടെ സ്വഭാവം, സ്ഥലം അല്ലെങ്കിൽ അവസാനമായി അറിയപ്പെടുന്ന സ്ഥലം, നിലവിലെ കാലാവസ്ഥ, ശേഷിക്കുന്ന ഇന്ധനം, ഏതു തരത്തിലുള്ള സഹായം ആവശ്യമാണ്, അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം എന്നിവ ഉൾപ്പെടെ സാധ്യമായ എല്ലാ പ്രസക്തമായ വിവരങ്ങളും നൽകും. ഇവിടെ പൈലറ്റ് നൽകുന്നത് നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് ഇതായിരുന്നു. അതായത് മുൻപിലുള്ള ദുരന്തം പൈലറ്റ് തിരിച്ചറിഞ്ഞിരുന്നു. എഞ്ചിനിൽ പക്ഷി ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതായി സംശയിക്കുന്നതായി DGCA വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷി ഇടിച്ചതിനെ തുടർന്ന് എഞ്ചിനുകൾ പൂർണ്ണമായും നിശ്ചലമായി എന്നും DGCA വ്യക്തമാക്കുന്നുണ്ട്. ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ 787-8 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് നടത്തുന്നവയിൽ ഏറ്റവും അത്യാധുനിക യാത്രാ വിമാനമെന്നാണ് ബോയിങ് 787-8നെ വിശേഷിപ്പിക്കുന്നത്. വിമാനം നിയന്ത്രിച്ചിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാർ തന്നെയായിരുന്നു. ക്യാപ്റ്റൻ സുമീത് സുബർവാൾ, ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് സുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എയർ ഇന്ത്യയെ വെട്ടിലാക്കുന്നതാണ്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 625 അടി ഉയരത്തിൽ നിന്നാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ്. വിമാനം ഇടിച്ചു കയറിയ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ 400-ലധികം പേരുണ്ടായിരുന്നു എന്നാണ് വിവരം. ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 പേർ വിദ്യാർത്ഥികൾ മരിച്ചുവെന്ന് വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇവരിൽ 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉച്ചയൂണിന്റെ സമയമായിരുന്നതിനാൽ കൂടുതൽ പേരും ഭക്ഷണശാലയിലായിരുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മരിച്ചവരിൽ 4 അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും ഒരു PG റെസിഡന്റ് വിദ്യാർത്ഥിയുമാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണം അവശേഷിക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും മേശപ്പുറത്ത് കിടക്കുന്നു.
മെസ്സിന്റെ തകർന്ന ഭിത്തിക്ക് സമീപം ആളുകൾ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് മെഡിക്കൽ കോളേജ് മെസ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെ നേരമെടുത്താണ് ആ കെട്ടിടത്തിലെ തീ കെടുത്താനായത്. പഠന സമയമായതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റലിൽ നിറയെ കുട്ടികൾ ഉണ്ടായിരുന്നില്ലെന്നത് മാത്രമാണ് ഒരു ആശ്വാസം. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജ് ഗുജറാത്ത് സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ്. മികവിന്റെ ഒരു അക്കാദമിക് സ്ഥാപനമാണ് ഇത്. ഗുജറാത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജും നിരവധി അംഗീകാരങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണിത്. MBBSൽ 250 വിദ്യാർത്ഥികളെയും ബിരുദാനന്തര കോഴ്സുകളിൽ 400-ലധികം വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന സ്ഥാപനം. 100 ഏക്കറിലധികം വിസ്തൃതിയുള്ള വിവിധ ശാഖകളുള്ള ഈ കോളേജ് ഈ ഭാഗത്തെ ഏറ്റവും വലിയ ക്യാമ്പസുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരീരാവശിഷ്ടങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും എല്ലായിടത്തും ചിതറിക്കിടക്കുന്നതായിട്ടായിരുന്നു പലരും വെളിപ്പെടുത്തിയത്. ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കട്ടിയുള്ള പുക പടലമാണ് കണ്ടത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങളും മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളുമായിരുന്നു. അതെല്ലായിടത്തും ചിതറിക്കിടക്കുകയായിരുന്നുവെന്ന് ഒരു ദൃക്സാക്ഷി PTIയോട് വെളിപ്പെടുത്തി. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ദാരുണമായ ഒരു കറുത്ത ഏട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടുത്തിടെ ലോകമെമ്പാടും വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഉയർന്നു വന്ന ആശങ്കകൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട് ഈ ഒരു അപകടവും. ഇന്ത്യ ഏറ്റവും വിശ്വസ്തം എന്ന് കരുതിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ബോയിങ് 787 ഡ്രീം ലൈനർ എന്നത് ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന അത്യാധുനിക യാത്രാ വിമാനമാണ്. അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിങ് ആണ് ഇത് നിർമ്മിക്കുന്നത്. കൂടുതൽ ഇന്ധനക്ഷമതയും കുറഞ്ഞ ശബ്ദവും മികച്ച യാത്രാ അനുഭവവും വാഗ്ദാനം ചെയ്യുന്നതാണ് ഡ്രീം ലൈനർ വിമാനങ്ങൾ. ബോയിങ് 787-8നേക്കാൾ നീളം കൂടിയതും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ മോഡലാണിത്. ബോയിങ് എഞ്ചിനീയറായ സാം സാൽഹർപൂർ കമ്പനിയുടെ 777 ഡ്രീം ലൈനർ ജെറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ ഷോർട്ട് കട്ടുകൾ സ്വീകരിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു. വിമാനങ്ങൾ പഴകുമ്പോൾ ഈ തകരാറുകൾ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായും ചില മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വിമാനാപകടം ഉണ്ടാകുന്നത് 2ാം തവണയാണ്. 37 വർഷങ്ങൾക്ക് മുൻപ് 1988 ഒക്ടോബർ 19 അഹമ്മദാബാദ് മറ്റൊരു വിമാനാപകടത്തെ അഭിമുഖീകരിച്ചത്. അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ AI-113 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 164 പേരാണ് അന്ന് മരിച്ചത്. അപകടത്തിൽപ്പെട്ട് ബോയിങ് 737-200 വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്ന് ദുരന്ത കാരണമായി വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇത്തവണയുണ്ടായ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇനി പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നായും അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം മാറി. ഇതിനു മുൻപ് എയർ ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിമാനം 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ IX-344 ദുബായ് കരിപ്പൂർ വിമാനം 35 അടി താഴേക്ക് വീണ് 18 പേരാണ് അന്ന് മരിച്ചത്. ഇതിനെല്ലാം കടത്തിവെട്ടുന്ന അപകടമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ സംഭവിച്ചത്. മൊത്തം വിമാനാപകടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 65 വർഷത്തിനിടെ രാജ്യത്ത് ഇതുവരെ 19 വിമാനാപകടങ്ങൾ ഉണ്ടായി. ഏകദേശം 1449 പേർ ഇതുവരെ മരണപ്പെടുകയും ചെയ്തു. അഹമ്മദാബാദിൽ നടന്നിരിക്കുന്നത് ഏറ്റവും ദാരുണമായ സംഭവമാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാം. രാജ്യം ഒന്നടങ്കം ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.